നിർത്തിയിട്ട് ഷെഫീന ബീബിയോടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. സൂക്ഷിച്ചോട്ടെ, വളരെയധികം സൂക്ഷിക്കണമായിരുന്നു. ഇങ്ങനെയുള്ള കൂട്ടരായിരുന്നു. അവരൊന്നും നല്ലവരൊന്നും അല്ല. അതാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഷെഫീന ബീബി ഷെഫീന ബീബി ഷെഫീന ബീബി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദയ എന്ന് പറയുന്ന ആ കൊച്ചിന് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ ഇങ്ങനെ കുറേ ആൾക്കാർ കയറിയിട്ട് അയ്യോ എന്നെ ഒരു ബ്ലോഗർ ഇത് പറഞ്ഞ അതൊന്നുമല്ല. ഷെഫീന ബീബി പറഞ്ഞത് തെറ്റ് തന്നെയാണ്, 100% നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ടുണ്ടാ, ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെക്കാട്ടിയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം, മറ്റു പലർക്കുമാണ്. അതെന്താ, ഷെഫീന ബീബിയെ തകർക്കാൻ കിട്ടിയ അല്ലെങ്കിൽ ഷെഫീന ബീബിയെ ഒന്ന് പിടിക്കാൻ കിട്ടിയ ഒരു സമയമാണ്. അതെന്ന് പറഞ്ഞ ഒരാൾ പോലും വിട്ടുകളയരുത്. എല്ലാവരും കൂട്ടമായിട്ട് ആക്രമിച്ചേക്കണം. ഒരു 25 കേസും കൂടി അങ്ങ് കൊടുത്തേക്കണം. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ദയയോട് പറഞ്ഞു മോളെ കേസ് കൊടുക്ക്, മഞ്ജു പിള്ളയോട് പറഞ്ഞ് കേസ് കൊടുക്ക്. അവർക്കൊന്നും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്താ അറിയാം, ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം ഈ വീഡിയോ പോയി കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് വിമർശിക്കും. അങ്ങനെ പോകുന്നവനോട് പോടാ പുല്ലേ എന്ന് പറയും ഞാൻ. ആ കുട്ടി അത്രയും ബോൾഡാണ്. മഞ്ജു പിള്ളയുടെയും അതുപോലെ തന്നെ സുജിത്തിന്റെയും മകളെ നമ്മൾ ആരും പേടിപ്പിക്കാനും ഉമ്മാക്കി അഞ്ചു പേടിപ്പിക്കാൻ പോണ്ട. ആ കുട്ടിക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും അറിവും ഉണ്ട്, അതിനറിയുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് എല്ലാവർക്കും വേണ്ടത് ഫെയിം തന്നെയാണ്. ആ കുട്ടിയെ നമ്മൾ ആരെങ്കിലും അറിയായിരുന്നോ? ഇത്രയും കാലം അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അറിയായിരുന്നോ? ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ ലോകം മുഴുവൻ പ്രസിദ്ധിയാക്കിയത് ആരാ? ഈ ഷെഫീന ബീബി അല്ലേ? അവര് പറഞ്ഞത് കൂടുതൽ കടന്നുപോയിനെ, അതിലൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാലും അവരല്ലേ ശരിക്കും പറഞ്ഞാൽ ഫേമസ് ആക്കിയത്. അതിന് അവരോട് നന്ദി പറയല്ലേ വേണ്ടത്. പോട്ടെ, അതൊന്നും പറയണ്ട. ഇപ്പൊ മഞ്ജു പിള്ളയുടെ അവസ്ഥ എന്താണ്? മഞ്ജു പിള്ള ഇപ്പോൾ അഭിനയിക്കുന്ന ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നെലിയും ബലിയും അത് ഇല്ലാതാവുന്നാണ് ഞാൻ പറയുന്നത്. അതായത് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ പിൻവലിച്ചിട്ട് പോടാ പുല്ലുകളെ, എൻ്റെ മകൾക്കും എനിക്കും ഇല്ലാത്ത എന്താ നിങ്ങൾക്ക് അത് ചോദിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ബമ്പർ ചിരിയിൽ കാണിക്കുന്ന പ്രഹസനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കൂവി തോൽപ്പിക്കുവായിരുന്നു. അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ മഞ്ജു പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? മഞ്ജു പിള്ള എവിടെയും ഒരു മോശമായിട്ടൊരു എന്താ പറയുക അഭിനയമോ അല്ലെങ്കിൽ വേറെയൊന്നോ കാഴ്ചയിൽ ഒരു നല്ലൊരു സ്ത്രീയാണ്. അതുപോലെ തന്നെ സുജിത്ത് എന്ന് പറയുന്നയാളും വേറെ ഏതെങ്കിലും ആൾക്കാരുടെ കൂടെ പോയിട്ടില്ല, നമുക്കൊന്നുമില്ല. അവരുടെ മകളെ നമ്മളെല്ലാവരും കാണുന്ന എങ്ങനെയാ? ആ സുജിത്തിൻ്റെയും ഇല്ല മഞ്ജു പിള്ളയുടെയും ആ മകളെ നമ്മളെല്ലാവരും അങ്ങനെ ഒരു ഇതിലാണ് കാണുന്നത്. അതങ്ങനെ വന്നപ്പോഴേ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കപ്പെടും എന്ന് ആ കുട്ടിക്കും അറിയാം. ഇനിയിപ്പോഴും ചിലപ്പോൾ മഞ്ജു പിള്ളക്കും അറിയാം. മഞ്ജു പിള്ള പറഞ്ഞു കൊടുത്തിട്ടും ഉണ്ടാകും, മോളെ ഇങ്ങനത്തെയുള്ള ഡ്രസ്സെല്ലിട്ട് വിടുമ്പോൾ അത് ആൾക്കാർ എന്തെങ്കിലും പറയും നോക്കണേ എന്ന് പറയുമ്പോഴേ അതൊന്നും എനിക്ക് കുഴപ്പമില്ല അമ്മേ എന്ന് പറയുന്ന ഒരു കുട്ടിയാണത്. ഇന്നലെ അതിൻ്റെ ആ ഒരു വീഡിയോയിൽ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാനസിക സംഘർഷത്തിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ മാനസിക സംഘർഷത്തിൽ നിൽക്കുമ്പോഴാണ് കൃത്യമായിട്ടും ആ ഒരു ഫോട്ടോ ഇട്ടതെന്നോ ആ ഇട്ടിട്ട് പിന്നെ ഷെഫീന ബീബി കൊണ്ടുവന്ന് റിയാക്ട് ചെയ്തതെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞൊരു പൂവൊക്കെ വാങ്ങിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറേ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഒരു വീഡിയോ വന്നതും അതോടുകൂടിയിട്ട് ഈ പെൺകുട്ടി ഇപ്പോഴും നല്ല ഫേമസ് ആയി. അതായത് ഒരാൾക്ക് പോലും ഇന്ന് എന്താ പറയുക, ഇനിയിപ്പോൾ മഞ്ജു പിള്ള വരെ നമ്മളെ ദയാസുജിത്തിന്റെ അമ്മയാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലെത്തി. മഞ്ജു പിള്ളേനെ പോലെ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് എല്ലാവർക്കും മഞ്ജു പിള്ളേനെ അറിയാം, അതുപോലെ തന്നെ ദയാസുജിത്തിനെ അറിയാം. എന്തുകൊണ്ടാണ്? ഈ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിട്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണ്ടേ? നമ്മളിപ്പോഴും നമ്മുടെ ഫാമിലിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഫോട്ടോ ഇടുമ്പോൾ 4 പ്രാവശ്യം അവർ ആലോചിക്കില്ല. ഇപ്പം ഞാൻ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നാളെ ഒരു പിന്നെ ഷർട്ടൊക്കെ അയച്ച് കളഞ്ഞ് ഇല്ലെങ്കിൽ വേറെ ഒന്ന് ഇതൊഴുക്കിയാക്കിയിട്ട് അങ്ങനെ ഒരു പിന്നെ ഫോട്ടോ ഇടുമ്പോൾ എന്നെ ആൾക്കാർ വെച്ചക്കൂടെ? എന്നെ കൂവത്തില്ലേ? ഞാനാക്കുക എന്നാ പിന്നെ കൂവിയാലും എനിക്കൊരു കുഴപ്പവുമില്ല, നമ്മുടെ മൊപ്പീനെ പോലെ കൂവിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് വേണമെങ്കിടാം. ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാ പുല്ലേ എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ. ഇപ്പം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരുടെ കമൻറ്റുകൾ വരും. അതായത് ഈ കുട്ടി ഒരു പിന്നെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറേ മനോരോഗികൾ വരും. ഈ ഷെഫീന എന്ന് പറയുന്നത് ഒരു അഡ്രസ്സ് ഉള്ളത് കൊണ്ട് അത് തുറന്നു പറയുമ്പോൾ എല്ലാവരും കേട്ടു. നേരെ മറിച്ച് അഡ്രസ്സ് ഇല്ലാതെ എത്ര എണ്ണം എന്തൊക്കെ തെരുവാക്കുകൾ പറയുന്നുണ്ട് ഓരോ ഇതിൻ്റെ അകത്തും വന്നിട്ട്. അതുപോലെയാണ് ഞാൻ പറയുന്നത്, ഈ കുട്ടി വളരെയധികം സൂക്ഷിക്കേണ്ടതായിരുന്നു. പിന്നെ അതിനെല്ലാം അറിയുകയും ചെയ്യുക. അത് ഇന്നലെ മാത്രം വന്നിട്ട് ഒരു ഫോട്ടോ ഇടുന്ന കുട്ടിയൊന്നും അല്ല, അതിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴും ഇവിടെ ആയിരിക്കും ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീവിയോട് പണ്ട് മുതൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്കിത് കിട്ടിയൊരു അവസരമാണെന്ന് കരുതിയിട്ട് അവരങ്ങ് മുതലാക്കുകയാണ്. അവർ കൃത്യമായിട്ട് മുതലാക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA ആരോപണം വന്നവരുണ്ട്. അതുപോലെ തന്നെ വെള്ളടിച്ച് വണ്ടി ഓടിച്ചിട്ട് പ്രശ്നമായി എന്ന് പറഞ്ഞ
പറഞ്ഞവരുണ്ട്. അങ്ങനെ മറ്റു പലതരം പോലീസ് കേസിലും പെട്ടവരാണ് വന്നിട്ട്, അതായത് അവനവന്റെ കണ്ണിലെ വലിയ ചക്കക്കുരു വെച്ചിട്ട് മറ്റേ കണ്ണിലെ കരട് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വരുന്നത്. ആദ്യം തന്നെ എന്ന് പറഞ്ഞ് ഇവരൊന്ന് നന്നാകണ്ടേ, മറ്റുള്ളവന്റെ കുടുംബവും നശിപ്പിച്ച് ഒരു സംവിധായകന്റെ ഒരുത്തന്റെ കുടുംബവും നശിപ്പിച്ച് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇടുന്ന പ്രഹസനം കാണിക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത്. ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാം, ഞാൻ ശരിയാണോ എന്ന് മാത്രം നോക്കുക. ഞാൻ പറഞ്ഞല്ലോ ഷെഫീന ബീബിക്ക് തെറ്റുണ്ട്, ആ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊക്കെ തീർന്നു. ഇത് നിരന്തരമായിട്ട് വന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആരാ ആ കുട്ടിയെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്? അപമാനിക്കലല്ല കേട്ടോ, ആ കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫെയിം ആകാൻ പറ്റി, അത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കൃഷ്ണകുമാറിന്റെ മകൾ ഇതുപോലെ തന്നെ കുറെ ദിവസം ഇതായി എയറിൽ കയറിയതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലരും എയറിൽ കയറിയതാണ്. എന്തിനധികം പറയുന്നത്, ഈ കുട്ടിയെ തലോടുന്നവർ അല്ലെങ്കിൽ ഈ കുട്ടിയെ സേഫാക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ രേണു സുധിയെ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൃഷ്ണകുമാറിന്റെ മകളെ ഭയങ്കരമായിട്ട് വിമർശിച്ച ടീമാണ്. ഇതെന്തുകൊണ്ടാണ് ഇവരെല്ലാവരും ചേർത്ത് നിൽക്കുന്നത്? ഇവരോടുള്ള ഇഷ്ടമല്ല, ഷെഫീന ബീബിയോടുള്ള ദേഷ്യമാണ്. അല്ലാതെ വേറെയൊന്നുമല്ല. ഷെഫീന ബീബിയോട് ഉള്ള ദേഷ്യം ഇവരെങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ കുട്ടീനെ ചേർത്ത് നിർത്തിയിട്ട് എന്തെങ്കിലും തരത്തിൽ, അല്ലാതെ ഇവരോടുള്ള സ്നേഹമൊന്നുമല്ല. പക്ഷേ എനിക്ക് പറയാനുള്ള മഞ്ജു പിള്ളയോടാണ്, ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ തീർക്കണം, നിർത്തിനടാ എന്ന് പറഞ്ഞിട്ട് തീർക്കണം. കാരണം എന്താ പറയുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം ഒരുപാട് അമ്മമാർ കാണുന്ന ഒരു ചിരി ബമ്പർ ചിരി നിങ്ങളുടെ മകളാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് വരെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകളുടെ വീഡിയോ ഇടുമ്പോൾ ഷെഫീന ബീബിക്ക് കിട്ടുന്ന പിന്തുണകളെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഒരു 50 വയസ്സിന് മേലെയുള്ള അമ്മമാരുടേതാണ് അവർക്ക് കിട്ടുന്ന പിന്തുണ, അല്ലാതെ വേറെ ആരുതുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 50 വയസ്സുള്ള അമ്മമാരെ അവരുടെ മക്കളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറകിനടിയിലാണ് ഇന്നത്തെ കാലത്ത് വളർത്തുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ചിറകിനടിയിലാണ്. കാരണം എന്താ പറയുക, കൂട്ടുകാരികളാണെന്ന് പറഞ്ഞിട്ട് വരെ ഒരുത്തിനാ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഒരു കൂട്ടുകാരിയെ പോലും വീട്ടിലേക്ക് കടത്താൻ കഴിയാത്ത കാര്യമാണ്. കാരണം എന്താ അറിയാ, ചിലപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് പഠിച്ചു വരുന്ന ടീമായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഇന്ന് ചിറകിനടിയിൽ തന്നെയാണ് അമ്മമാർ വളർത്തുന്നത്. ആ ഒരു കൂട്ടം അമ്മമാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫീന ബീവിയുടെ കൂടെയാണ്. അതുമാത്രവുമല്ല, അങ്ങനെയുള്ള അമ്മമാരാണ് ബമ്പർ ചിരി കാണുന്നത്. ആ ബമ്പർ ചിരി കാണുമ്പോഴും മഞ്ജു പിള്ള നീ എന്തിനാണ് ഇങ്ങനെ ഇതാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇപ്പം നിങ്ങളെയും നിങ്ങളുടെ മകളെയും വെച്ച് ഒരു കൂട്ടം ആൾക്കാർ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് ഇവർ യുദ്ധം ചെയ്യുന്നത് ഷെഫീന ബീബിയോടാണ്. ഈ ദയാ സുജത്തിനെയും അതുപോലെ തന്നെ മഞ്ജു പിള്ളയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇവർ യുദ്ധം ചെയ്യുന്നത് അവർക്കെതിരെയാണ്. ആർക്ക്? ഷെഫീന ബീബിക്കെതിരെ. അല്ലാതെ ഈ ദയയോട് ഇവരോടുള്ള സ്നേഹമൊന്നുമല്ല. ഈ ഷെഫീന ബീബിയുള്ള പകയാണ് അവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് മഞ്ജു പിള്ളക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മഞ്ജു പിള്ള എത്രയും പെട്ടെന്ന് ഇത് നിർത്തണം. അതാ വേണ്ടത്, എത്രയും പെട്ടെന്ന് ഇത് തീർക്കണം. നിങ്ങൾ കേസ് കൊടുത്തോ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്താ പറയണ്ടത്, നിങ്ങളെ ആ ഷെഫീന ബീബി പറഞ്ഞ് തോന്നിയ വാസത്തിൽ നിങ്ങൾ കേസ് കൊടുത്തോ. പക്ഷെ ഇതിലിങ്ങനെ കയറൂരി വിടാൻ പാടില്ല. കാരണം എന്താ അറിയാ, അതായത് ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളുള്ള വ്യക്തികൾ വരെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക, എന്നാൽ ഷെഫീന ബീബിക്കിട്ട് കുത്തുകയും ചെയ്യുക. അങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ വളരെയധികം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആത്മാർത്ഥമായി പറയുന്നതാണ്. ഞാനല്ലാതെ ഒരാളെയും ഭാഗത്തില്ല. ഞാൻ ഷെഫീന ബീബിയുടെ ഭാഗത്ത് കൂടിയിട്ടോ അല്ലെങ്കിൽ മഞ്ജു പിള്ളയുടെ മകൾ ചെയ്തതെന്നല്ലാന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, മഞ്ജു പിള്ളയുടെ മകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാമഭ്രാന്തന്മാർ, ഞരമ്പ് രോഗികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ നിർത്തിയിട്ട് ഷെഫീന ബീബിയോടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത്. സൂക്ഷിച്ചോട്ടാ, വളരെയധികം സൂക്ഷിക്കണമായിരുന്നു. ഇങ്ങനെയുള്ള കൂട്ടരായിരുന്നു. അവരൊന്നും നല്ലവരൊന്നും അല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണാം.